റേഷൻ കടകൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ചിഹ്നവും പ്രധാനമന്ത്രിയുടെ ചിത്രവും പതിപ്പിച്ച ബാനർ കെട്ടണമെന്ന നിർദ്ദേശം അല്പത്തരമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സർക്കാർ ആലോചിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ഭാരത് അരിയിലൂടെ രാഷ്ട്രീയം കാണിക്കാനാണ് BJPയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം പട്ടിണി കിടക്കട്ടെ എന്ന നിലപാടാണ് ഇടതു സർക്കാരിനെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ തിരിച്ചടിച്ചു. കടകൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ചിഹ്നവും പ്രധാനമന്ത്രിയുടെ ചിത്രവും പതിപ്പിച്ച ബാനർ കെട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്തെ 553 റേഷൻ കടകൾക്ക് മുന്നിൽ സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനെതിരെയാണ് ഭക്ഷ്യമന്ത്രി രംഗത്തെത്തിയത്. രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റിൽ നിന്നും കാണാത്ത തരത്തിലുള്ള ചില പുതിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഭക്ഷ്യവകുപ്പ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പുതിയ കത്തുകളിലൂടെ സർക്കിളുകളിലൂടെ കാണാൻ കഴിയുന്നത്. ഭാരത് അരി എന്ന പേരിൽ കേന്ദ്രം നൽകുന്ന അതേ അരി തന്നെയാണ് വില കുറച്ച് കേരളം നൽകുന്നത്. പൊതുവിതരണ മേഖലയ്ക്ക് തരാനുള്ള 1000 കോടി രൂപ ഇതുവരെ നൽകിയിട്ടുമില്ല. ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചാലേ തുക തരികയുള്ളൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാടെന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന സർക്കാർ നിലപാടിനെ വിമർശിച്ച കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് മുൻപ് പിൻപ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാരൊക്കെ പട്ടിണി കിടന്നോട്ടെ, ബുദ്ധിമുട്ടിക്കോട്ടെ, പണമില്ലെങ്കിലും അവർ അരി വാങ്ങണ്ട എന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല. നിലവിൽ സംസ്ഥാനത്തെ 43% ആളുകൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഏതായാലും ഭാരത് അരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.